വിഴിഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ദീർഘകാലത്തെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മുടെ ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എടുത്തിട്ടുള്ള നിലപാട് നിർണായകമാണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നായനാട് ഗവൺമെന്റ് ആയിരുന്നാലും പിന്നീട് VSന്റെ ഗവൺമെന്റ്, അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, പിന്നീട് പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റുകളുടെ എല്ലാം കാലഘട്ടത്തിൽ ഒരേ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഴിഞ്ഞം കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി തിരുവനന്തപുരത്തിന്റെ ഹൃദയമായിട്ടുള്ള പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ 212 ദിവസക്കാലം നടത്തിയ തുടർ സമരമാണ്. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. വിഴിഞ്ഞം പദ്ധതി എഴഞ്ഞു പോകുന്നു, വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യം ഉമ്മൻചാണ്ടി കാണിക്കുന്നില്ല. UDF ഗവൺമെന്റ് വലിയ തോതിലുള്ള ഒരു ലാഗ് അതിനകത്ത് കാണുന്നുണ്ട്. ആ നിലയിലാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നഷ്ടപ്പെടാൻ പാടില്ല, പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തുടർ സമരത്തിന് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണത്, ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാൻ ഏറ്റവും യോഗ്യനെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിന് എങ്ങനെയാണ് കാണുന്നത്? വിൻസെന്റ് MLA ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലൊക്കെ പോയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അതെല്ലാം വെറും രാഷ്ട്രീയ നാടകമാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പിന്നിലെ ചാലക ശക്തി ആരാണ്, ഏതാണെന്നുള്ളത്. സത്യത്തിൽ പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ്സുകാർക്ക് സംശയമൊന്നുമില്ല. സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വിൻസെന്റും സമ്മതിക്കും, അത് ഇത്രയേറെ നിശ്ചയദാർഢ്യത്തോടും ലക്ഷ്യബോധത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വരുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആരെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഏതാണ്ട് 6000-ഓളം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. 8000 കോടിയിൽ ഏതാണ്ട് 72% തുക ചെലവഴിച്ചവരാണോ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ഉടമകൾ എന്നുള്ള ചോദ്യം സമൂഹം അതിന് മറുപടി പറയട്ടെ. വളരെ സന്തോഷമുണ്ട്. ഏതാണ്ട് 10 വർഷക്കാലം പരിശ്രമത്തിലൂടെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി അത് ഔപചാരികമായിട്ട് കമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നു എന്നുള്ളത് കേരളത്തിന് ഒരു വലിയ വികസന കുതിപ്പ് നൽകാൻ ഉതകുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയുടെ കരാർ ഒപ്പിടൽ തൊട്ട് ഉദ്ഘാടനം വരെയുള്ള വിവിധ ഘട്ടങ്ങൾ നേരിട്ട് കാണാൻ അവസരമുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ വിമർശിക്കേണ്ടവർ കുറ്റങ്ങളും കുറവുകളും എല്ലാം നോക്കി നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായിട്ട് രംഗത്ത് വരുന്നത്. സൃഷ്ടിപരമായി രചനാത്മകമായി ഒരു വിഷയത്തെ നോക്കിക്കാണാൻ അവർക്കറിയില്ല. വിനാശകരമായ സമീപനത്തിലൂടെ ഒരു നാടിന്റെ താല്പര്യത്തെ എങ്ങനെ ധ്വംസിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ തരംതാണ പ്രചരണത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ ഇരുന്നു എന്നതുകൊണ്ട് എന്താണ്, നാട് ഭരിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ എന്താ? അതുകൊണ്ട് ആ ആരോപണങ്ങൾക്ക് യാതൊരു അർത്ഥമില്ല. വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിനു മുമ്പിൽ വലിയൊരു അംഗീകാരമാണിത്, ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാവുന്നതോടുകൂടി. മാത്രമല്ല, ഇതിന്റെ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്തിനും പ്രത്യേകിച്ച് കേരളത്തിനും രാജ്യത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു അഭിമാന പദ്ധതിയാണ്. തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ്. കേരളത്തിന്റെ വികസനത്തിനും ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തതോടെ ഉയരുന്നുള്ള യാതൊരു സംശയവുമില്ല. ഇത് കേരളത്തിന്റെ ആഹ്ലാദമാണ്. കാര്യം ബേസിക്കലി നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മളെ പല കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി കേരളം വിജയിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തിന്റെ വിജയമാണ്, കേരളത്തിന്റെ വിജയമാണ്. അത് തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് കോൺട്രവേഴ്സി, ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ കേരളത്തിലെ ആൾക്കാരെല്ലാം ഒരുമിച്ചാണ് നിൽക്കുന്നത്. തർക്കങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അൾട്ടിമേറ്റ്ലി സാധനം വരും, ഇച്ചിരി താമസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് കേരളത്തിന് വലിയ വിജയമാണ്. തിരുവനന്തപുരത്തിന്റെ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ, ഞങ്ങൾ ഇതിനെ പുറമെ നടന്നു, ശരിക്ക് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു. അപ്പോൾ ഇതിന് ആൾക്കാരുടെ പേരെടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കാണും, എല്ലാ വ്യക്തികളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തിരുവനന്തപുരത്തിന്റെ ഒരു കിട്ടുന്ന ഒരു ഗേറ്റ് വേ ആണ്, മൈൽ സ്റ്റോൺ ആണ് ഞങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന തലസ്ഥാന നഗരത്തിനും ക്യാപിറ്റൽ റീജിയനും വരാൻ പോകുന്ന ഒരു വലിയ വളർച്ചയാണ്. പാസ്റ്ററുടെ ട്വിൻ സിറ്റി ആകും തിരുവനന്തപുരം എന്ന പ്രതീക്ഷയൊക്കെ കുറെ നാളുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി ഒരു ഗ്ലോബൽ സിറ്റി ആയിട്ടൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. എന്താണ് തിരുവനന്തപുരം ഒരു ഏതരത്തിലും വികസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? തിരുവനന്തപുരം ഇനി മാറാൻ പോകുന്നത് ഒരു പോർട്ട് സിറ്റി ആയിട്ടായിരിക്കും.
നമുക്ക് ബാർസിലോണ അല്ലെങ്കിൽ മറ്റുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യം. കാര്യം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും വലിയ കപ്പൽ വരാൻ പറ്റുന്ന ഈ രാജ്യത്ത്, നമുക്ക് ഈ ഭാരതത്തിൽ ഏറ്റവും വലിയൊരു കപ്പലിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലം തിരുവനന്തപുരമാണെന്നുള്ളത് ദൈവം, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവം തന്നെ കാണിച്ചു തന്ന വഴിയാണ്. ഒളിമ്പ്യൻ പത്മിനി തോമസ് ഉണ്ട്. എന്ത് തോന്നുന്നു ഒരു തിരുവനന്തപുരത്ത് ഇങ്ങനെ വലിയൊരു വികസനം വരുമ്പോൾ? ഏറ്റവും അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണിത്. നമ്മുടെ കേരളത്തിനും ഭാരതത്തിനും ഒക്കെ ഏറെ അഭിമാനിക്കാം ഇത്രയും വലിയൊരു പോർട്ട് വന്നത്. ഏതായാലും മോദിജിയുടെ നെറുകയിൽ ഒരു പൊൻതൂവലും കൂടിയാണ് ഈ സമയത്ത് ഇത്. നമുക്കറിയാം കുറച്ചൊക്കെ നമുക്ക് ലാഗ് ചെയ്തെങ്കിലും എല്ലാം ക്ലിയർ ചെയ്തെടുക്കാനും ഇന്നിത് ഓപ്പൺ ചെയ്യാനും ഒക്കെ സാധിച്ചില്ല. ഏറെ സന്തോഷമുണ്ട്, അഭിമാനിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ മുൻ സിഇഒ ജയകുമാർ, അദ്ദേഹം ഈ വിഴിഞ്ഞത്തിന്റെ തുടക്കകാലം മുതൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ടുന്നയാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെയൊക്കെ വലിയ പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. എന്ത് തോന്നുന്നു സാർ, ഈ ഒരു മുഹൂർത്തം ഈ സമയത്ത് എങ്ങനെ ഫീൽ ചെയ്യും? വളരെ സന്തോഷകരമായുള്ള നിമിഷമാണിത്. തീർച്ചയായിട്ടും ഇത്രയും നാളെടുത്തെങ്കിലും ഇങ്ങനെ ഒരു തുറമുഖം ഇവിടെ ഇപ്പോൾ റിയാലിറ്റിയിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഇത് ഒരു വളരെ അധികം ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അതൊരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാവുമെന്നുള്ളത് തീർച്ചയാണ്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്തവരെയും അല്ലാതെ ഇതിൽ പ്രവർത്തിച്ചവരെയും എല്ലാവരെയും ഞാൻ സമയത്ത് ഓർക്കുന്നു. തിരുവനന്തപുരം വളരുകയാണല്ലേ? തീർച്ചയായിട്ടും ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ഇത് ഇവിടെയുള്ള അതായത് ഇങ്ങനെ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി ഇവിടെ നാട് ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന്റെ ആ ഒരു ഗുണം അറിഞ്ഞു തുടങ്ങും. ഉടനെ തന്നെ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങും. കേരളത്തിന്റെ അഭിമാനമാണ് വിഴിഞ്ഞം പദ്ധതി, രാജ്യത്തിന് അഭിമാനമാണ് വിഴിഞ്ഞം പദ്ധതി. പക്ഷെ തിരുവനന്തപുരത്തുകാർക്ക് അത് കുറച്ചുകൂടി ഒരു പ്രത്യേക ഫീലായിരിക്കാം. അപ്പോൾ തിരുവനന്തപുരത്തുകാരൻ തന്നെയായ പ്രമുഖ സിനിമാ താരം സുധീർ കരമൻ നമ്മോടൊപ്പം ചേരുന്നു. ഒരു പ്രത്യേക സന്തോഷമുണ്ടോ തിരുവനന്തപുരത്തുകാരനായോ? നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിന്റെ എന്നല്ല, തിരുവനന്തപുരം തന്നെ ലോക ഭൂപടത്തിൽ ഇടം നേടുന്ന നിമിഷം. ഏറ്റവും കൂടുതൽ സന്തോഷം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ളവർക്ക് തരുന്ന ഒരു നിമിഷമാണല്ലോ. ഇത് കാണാനും ആസ്വദിക്കാനുമാണല്ലോ എനിക്ക്. വികസനം അറിയാവുന്ന പ്രദേശമാണ്. സ്കൂൾ അടുത്തായിരുന്നു, വെങ്ങാനൂർ സ്കൂൾ. അപ്പോൾ അപ്പോഴൊക്കെ വിഴിഞ്ഞം നേരത്തെയുള്ള വിഴിഞ്ഞ വ്യത്യാസം എന്താ? ശരി, വിഴിഞ്ഞത്തിന്റെ ഈ പദ്ധതി തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ഈ പദ്ധതിക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം തുടക്കം മുതൽ എനിക്ക് അറിയാവുന്നതാണ് ഈ പദ്ധതിയെക്കുറിച്ചും പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനയെക്കുറിച്ചൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സമയം. തിരുവനന്തപുരം ഇനിയും വളരും തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്ന ബൈപ്പാസ് റോഡിലാണ്, ചാക്ക ബൈപ്പാസ് റോഡ്. ആ ഏരിയയിൽ വരെ നല്ല റിഫ്ലക്ഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടാവും.